സർക്കാർ ജീവനക്കാർക്ക് ദുഃഖകരമായ ഒരു വാർത്തയാണ് വി.ഡി. സതീശൻ ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ശമ്പള പരിഷ്കരണത്തിൽ നിർണായക മാറ്റത്തിനൊരുങ്ങിയിരിക്കുകയാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ നേതൃത്വത്തിലുള്ള യു.ഡി.എഫ് സർക്കാർ. നിലവിൽ 5 വർഷത്തിൽ ഒരിക്കൽ നടപ്പാക്കുന്ന ശമ്പള പരിഷ്കരണം ഇനി മുതൽ 10 വർഷത്തിൽ ഒരിക്കൽ മതിയെന്ന ഒരു നയത്തിലേക്കാണ് സർക്കാർ നീങ്ങുന്നത്. പുതിയ നയത്തിന്റെ ഭാഗമായി മുൻ ഇടതുമുന്നണി സർക്കാർ അധികാരമൊഴിയുന്നതിന് മുമ്പ് നിയോഗിച്ച ശമ്പള പരിഷ്കരണ കമ്മീഷനെ പുനഃസംഘടിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. മുൻ ചീഫ് സെക്രട്ടറി വി.പി. ജോയ് അധ്യക്ഷനായ കമ്മീഷനിലേക്ക് നിയമിക്കാവുന്ന പുതിയ അംഗങ്ങളെ കണ്ടെത്താനുള്ള നടപടികളാണ് ആരംഭിച്ചിട്ടുള്ളത്. എന്നാൽ കമ്മീഷൻ അധ്യക്ഷനായ വി.പി. ജോയിയെ മാറ്റണമോ എന്ന കാര്യത്തിൽ ഇതുവരെ അന്തിമ തീരുമാനമായിട്ടില്ല. സംസ്ഥാനം നേരിടുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധി മറികടക്കുന്നതിന്റെ ഭാഗമായാണ് ശമ്പള പരിഷ്കരണത്തിൽ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ അവസാന ഘട്ടത്തിലാണ് 2019 ജൂലൈ മുതൽ മുൻകാല പ്രാബല്യത്തോടെ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കിയത്. 2021 ഏപ്രിലായിരുന്നു ഇത് പ്രാബല്യത്തിൽ വന്നത്. എന്നാൽ ഈ പരിഷ്കരണം സംസ്ഥാനത്തിന് വലിയ സാമ്പത്തിക ബാധ്യത സൃഷ്ടിച്ചു. തുടർന്ന് വന്ന രണ്ടാം പിണറായി സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബന്ധ വിതരണം താത്കാലികമായി നിർത്തിവെക്കുകയും കുടിശ്ശിക കുത്തനെ വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഇതിനെതിരെ ജീവനക്കാരുടെ പ്രതിഷേധം ശക്തമായിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് കുടിശ്ശികയായിരുന്ന മുഴുവൻ തുകയും DAയും അനുവദിച്ചത്. ഇതിന്റെ മുൻകാല പ്രാബല്യത്തിൽ നിലവിലെ സർക്കാരിന്റെ കാലത്ത് വിതരണം ചെയ്യുമെന്ന ഉത്തരവും മുൻ സർക്കാർ പുറപ്പെടുവിച്ചിരുന്നു. കുടിശ്ശികയായി 2% DA ഓണത്തോടനുബന്ധിച്ച് അനുവദിക്കാനും ജനുവരി മുതൽ ലഭിക്കാനുള്ള കുടിശ്ശിക പ്രോവിഡന്റ് ഫണ്ടിൽ ലഭിക്കാനുമാണ് സർക്കാർ ആലോചിക്കുന്നത്. നിലവിൽ സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് 35% DA ആണ് ലഭിക്കുന്നത്. 5 വർഷത്തിൽ ഒരിക്കൽ ശമ്പള പരിഷ്കരണം എന്ന രീതി പ്രകാരം അടുത്ത പരിഷ്കരണം 2024 നടപ്പാക്കേണ്ടതായിരുന്നു. എന്നാൽ പുതിയ നയം നിലവിൽ വന്നാൽ അടുത്ത ശമ്പള പരിഷ്കരണം 2029 ജൂലൈയിലായിരിക്കും നടപ്പിൽ വരിക. കേന്ദ്ര സർക്കാരും മറ്റു പല സംസ്ഥാനങ്ങളും 10 വർഷത്തിൽ ഒരിക്കലാണ് ശമ്പള പരിഷ്കരണം നടപ്പാക്കുന്നത്. ഇതേ മാതൃക കേരളത്തിലും കൊണ്ടുവരാനാണ് യു.ഡി.എഫ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇതിലൂടെ ഖജനാവിൽ ഉണ്ടാകുന്ന വലിയ ബാധ്യത ഒഴിവാക്കാൻ സാധിക്കുമെന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ. 10 വർഷത്തിൽ ഒരിക്കൽ ശമ്പള വർധനയ്ക്ക് സർക്കാർ ആലോചിക്കുന്നുണ്ടെങ്കിൽ അത് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക അവസ്ഥയ്ക്ക് ഗുണകരമാകുമെന്നാണ് സാമ്പത്തിക വിദഗ്ധ ഡോക്ടർ മേരി ജോർജ് വ്യക്തമാക്കുന്നത്. 5 വർഷത്തിൽ ഒരിക്കൽ സർക്കാരിനുണ്ടാകുന്ന കടുത്ത സാമ്പത്തിക ബാധ്യത ഇല്ലാതാക്കാൻ ഇതിലൂടെ സാധിക്കും. മറ്റു ഭൂരിഭാഗം സംസ്ഥാനങ്ങളിലും കേന്ദ്രത്തിലും 10 വർഷത്തിലാണ് പരിഷ്കരണം നടക്കുന്നത്. പുതിയ നയം നടപ്പാക്കുന്നതിലൂടെ സംസ്ഥാനത്തിന്റെ റവന്യൂ കമ്മിയിൽ സാരമായ കുറവ് വരുത്താനാകുമെന്നാണ് ഇപ്പോൾ സാമ്പത്തിക വിദഗ്ധരടക്കം പറയുന്നത്.